ക്രിസ്തീയ വിശ്വാസികൾ പെസഹ ദിനത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അപ്പമാണ് പെസഹ അപ്പം അഥവാ കുരിശപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓശാന ദിവസം നമുക്ക് ലഭിച്ച കുരുത്തോല കൊണ്ട് കുരിശ് ഇതിന്മേൽ വയ്ക്കുമ്പോൾ ഇത് കുരിശപ്പമായി. എങ്ങനെയാണ് ഈ കുരിശപ്പം അഥവാ പെസഹ അപ്പം ഉണ്ടാക്കേണ്ടത് എന്ന് ഇവിടെ വിവരിക്കാം. ആദ്യമായി പച്ചരിയും ഉഴുന്നും സമാസമം എടുത്ത് 3 മണിക്കൂർ നേരം, മിനിമം 3 മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഉപ്പ്, ജീരകം ഇവയാണ് മറ്റ് ചേരുവകൾ. ഇനി 3 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയും ഉഴുന്നും സെപ്പറേറ്റ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഇവ രണ്ടും സെപ്പറേറ്റ് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തേങ്ങയും ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇവ നമുക്ക് മിക്സിയിലിട്ട് വെള്ളം രൂപത്തിലല്ലാത്ത രീതിയിൽ നമുക്ക് അത് അരച്ചെടുക്കാം. ചെറുതായി ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. പൂർണ്ണമായിട്ടും അരയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആ ഉഴുന്ന് അരച്ചെടുത്ത ബാറ്ററിലേക്ക് പച്ചരിയും അടിച്ചെടുത്തത് ഒഴിച്ച് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കും നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാറ്റർ. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തേങ്ങയും ഉള്ളിയും ചേർന്ന് അടിച്ചു വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് അടിച്ചു വെച്ചിട്ടുള്ള അതും നമുക്കിതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി 3 മണിക്കൂർ നേരം ഇത് വയ്ക്കുക. കൂടുതൽ നേരം വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പുളിപ്പില്ലാത്ത അപ്പം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം നേരം മാവ് വെച്ചാൽ അത് പുളിച്ചു പോകും. ഇനി നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ പെസഹ അപ്പം റെഡിയായിട്ടുണ്ട്. പെസഹ അപ്പം നമ്മൾ പാലിൽ മുക്കിയാണ് കഴിക്കുന്ന രീതി. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ ഓരോ കഷ്ണവും എടുത്ത് പാലിൽ മുക്കി ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് കൈമാറി അതൊരുമിച്ച് കഴിക്കുന്നതാണ് പെസഹ അപ്പത്തിൻ്റെ ഒരു രീതി. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പെസഹ അപ്പം പ്രധാനമായും പെസഹ ദിനത്തിലാണ് ഉണ്ടാക്കാറുള്ളത്.